ഇന്റലിജൻസ് നമ്മുടെ ചിതാറിന്റെ വീഡിയോയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഐറ്റം ഇതാട്ടോ. ഇതൊരു സിമ്പിൾ ആൻഡ് എലഗന്റ് എന്ന് പറയാവുന്ന ഒരു ഐറ്റം ആണ്. കാരണം അതിന്റെ ഒരു നോർമൽ ലുക്ക് ആണെങ്കിലും ഇത് ഭയങ്കര രസമാട്ടോ കാണാനായിട്ട്. നല്ല കുറെ ഷെയ്ഡ്സ് ആണ് വന്നേക്കുന്നത്. ഇത് വരുന്നത് നമുക്ക് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് അക്കോബയുടെ പാറ്റേൺ, നല്ല തിക്ക്, നോർമൽ വരുന്ന സൈസേ അല്ല, നല്ല തിക്കായിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. അക്കോബ പാറ്റേണിലാണ്, പക്ഷെ അങ്ങനെ ഹോൾസ് ഇല്ല കേട്ടോ. മൊത്തത്തിൽ ആ ഒരു നല്ല തിക്ക് എംബ്രോയിഡറി ആണ് വരുന്നത്. നമ്മുടെ കോമൺ അങ്ങനെ കാണുകയേ ചെയ്യാത്ത സൈസ് വർക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമാട്ടോ അത് കാണാനായിട്ട്. നല്ല ലൈറ്റ് ഓനിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഇത് നമുക്ക് ഫസ്റ്റ് കളർ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടുന്ന പോലെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് കോട്ടൺ പോലെ തന്നെ ഇരിക്കും. അത്ര സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത്. കോട്ടൺ പോലെ തോന്നിക്കുന്ന സൈസ് മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ മെയിൻ അടുത്ത അതിന്റെ ഒരു അട്രാക്ഷൻ ദുപ്പട്ടയാണ്. പ്യുവർ ക്രേപ്പ് ആണ് ഫാബ്രിക് വരുന്നത്. അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഈ ഒരു ഫാബ്രിക് എനിക്ക് തോന്നുന്നു കുറേ പേർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും. മീറ്ററിന് അത്യാവശ്യം നല്ല റേഞ്ച് വരുന്ന ഒരു ഐറ്റം ആണ്. നമ്മുടെ നോർമൽ ടൈപ്പ് ഒരു ഫാബ്രിക് അല്ല, നമ്മുടെ ഷിഫോൺ ജോർജറ്റ് അതിൽ തന്നെ ക്രേപ്പ് എന്ന് പറഞ്ഞു വരുന്ന ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് നല്ല റേഞ്ച് ഉള്ള ഐറ്റം ആണ്. പിന്നെ അത് മാത്രമല്ല അതിൽ ഫുള്ളായിട്ട് ക്രോഷിയോടെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വന്നതിൻ്റെയൊക്കെ കാരണം ഇതാണ് കേട്ടോ. പക്ഷേ നമ്മൾ സാധാരണ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഇത് അത്രയും പ്രൈസ് എന്താ വന്നതെന്നുള്ളത് ചിലപ്പോൾ ആലോചിക്കും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഈ ഒരു ദുപ്പട്ടയുടെ മെറ്റീരിയലിന് അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ദുപ്പട്ടയിൽ കംപ്ലീറ്റ് ആയിട്ട് ക്രോഷിയോടെ ഈ ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു വർക്ക് നമുക്ക് ഈ ഒരെണ്ണം രണ്ടെണ്ണം ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല റേഞ്ചാണ്. അപ്പോൾ ഇത് ദുപ്പട്ടയ്ക്കകത്ത് മൊത്തത്തിൽ തന്നെ ഇത് പോയിട്ടുണ്ട്. പിന്നെ ഒരു ഷിബൂരി ടൈപ്പ് പാറ്റേണിൽ പ്രിന്റിങ്ങും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ഒരു എലഗന്റ് ലുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ആണ്. ഇതുപോലാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് സെറ്റ് ഇടുമ്പോൾ വരുന്നത്. ക്രേപ്പ് മെറ്റീരിയൽ ഇട്ടിട്ടുള്ളവർക്കറിയാം ഭയങ്കര സുഖമായിട്ട് ഈ ഒരു മെറ്റീരിയൽ ഇടാനായിട്ട്. നമുക്ക് ദുപ്പട്ട ഭയങ്കര കൂളായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കും. 4 സൈഡിലും ക്രോഷയുടെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് സാറ്റൻ സിൽക്കിൻ്റെ കൂടിയ മെറ്റീരിയൽ, അത് ആ സെയിം കളർ തന്നെയാണ് കേട്ടോ. ഇത് നല്ല ലെങ്തും കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ നമ്പർ വരുന്നത് U507, റേറ്റ് വരുന്നത് 2700, 2100. നമുക്ക് നെക്സ്റ്റ് കളർ വരുന്നത് ഇത് എന്നാ രസമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര നല്ലൊരു വയലറ്റ്, ഒരു പർപ്പിളിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് എന്ന് പറയാം. ദുപ്പട്ടയ്ക്കകത്ത് ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് ആ ഒരു ഷിബൂരി പ്രിന്റ് ചെയ്തേക്കുന്നത് കുറച്ചൊരു വയലറ്റ് ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ 2 കളറോടെ വരുമ്പോഴത്തേനും ആ ബോർഡറൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ പറഞ്ഞത് മുമ്പത്തെ പറഞ്ഞ ആ ഒരു സെയിം ഫീച്ചേഴ്സ് തന്നെ, സെയിം ടോപ്പിൽ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഈ ഒരു വർക്കുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ക്രോഷഡ് ലേസ് വർക്ക്, പ്യുവർ ക്രേപ്പാണ് ദുപ്പട്ട മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ നമ്പർ U448, റേറ്റ് 2000. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ടൊമാറ്റോ റെഡിൻ്റെ കളറാണ് കേട്ടോ. ഇത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് നോർമലി വരുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡൈയിങ്ങിൽ കുറച്ചൊരു ഡാർക്ക്നെസ് കൂടുതൽ കിട്ടാൻ വേണ്ടി നല്ലതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോർമലി ഈ ഒരു അക്കോബ ആ ടൈപ്പ് വരുന്ന കളേഴ്സിൽ ഇങ്ങനത്തെ ഭയങ്കര ഡാർക്കായിട്ട് ചെയ്യുന്ന കുറവാണ്. ഇതിൻ്റെ കളർ ചാർട്ട് മൊത്തത്തിൽ അത്രയും നല്ല രീതിയിൽ തന്നെ ആ ഒരു കളേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടിയ ഫാബ്രിക്കാണ്. നമ്മുടെ നോർമലി വരുന്ന സൈസ് ഫാബ്രിക്കിനേക്കാളും റേറ്റ് കൂടിയ മെറ്റീരിയലാണെങ്കിലും വർക്കാണെങ്കിലും ദുപ്പട്ടയും എല്ലാം റേറ്റ് കൂടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഓടിക്കൊണ്ട് പെട്ടെന്ന് നോർമലി ഒരു വാഷ് ചെയ്യരുത്. പറ്റുന്നവരൊക്കെ ഫസ്റ്റ് ഡ്രൈ വാഷ് കൊടുക്കുക, കാരണം കൂടിയ മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടി വരും. സാധാരണ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. അല്ലെങ്കിൽ നിങ്ങൾ നോർമലി വാഷ് ചെയ്യുന്നവരെ കുഞ്ഞായിട്ടൊന്ന് വാഷ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കളർ ഗാർഡിൽ മുക്കണം. അല്ലെങ്കിൽ എന്തായാലും ഒരു 2000 റേഞ്ച് കൊടുത്ത് നിങ്ങൾ മേടിക്കുന്ന ഐറ്റംസ് പിന്നീടാണെങ്കിലും നമുക്ക് അതേപോലെ അതിൻ്റെ ഒരു പുതുമയോട് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഡ്രൈ വാഷ് ചെയ്യുന്നതിന് നല്ലത്. ഒത്തിരി റേറ്റ് ഒന്നുമില്ല, ഫുൾ സെറ്റിന് ഏകദേശം ഒരു 200-250 റേറ്റ് ഒക്കെ നമുക്ക് ആ ഒരു ഡ്രൈ വാഷിന് വരുന്നുള്ളൂ. മെറ്റീരിയലിനെ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ വാഷ് പറയുന്നത് കേട്ടോ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വാട്ടർ യൂസ് ചെയ്യുന്ന എല്ലാവരും ഒരേപോലെ ആയിരിക്കുമല്ലോ. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഹാർഡ് വാട്ടറോ അങ്ങനെ വാട്ടറിന് വേരിയേഷൻ കാണും. അപ്പോൾ ആ ഒരു ഇതിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ കളറിൻ്റെ പ്രശ്നങ്ങൾ ചിലതിന് വരാം, എല്ലാത്തിനും അല്ല, ചിലതിന് മാത്രം. അതുകൊണ്ടാണ് നമ്മൾ ഏത് മെറ്റീരിയലും അങ്ങനെ പറഞ്ഞിട്ടാണ് തരുന്നത്. ചെറുതായിട്ട് വാഷ് ചെയ്ത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കളർ ഗാർഡിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഡ്രൈ വാഷ് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. കാരണം മെറ്റീരിയൽസ് എല്ലാം പല രീതിയിലല്ലേ ഡൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. ചിലപ്പോൾ ഒരു സെറ്റിൽ തന്നെ ചില കളേഴ്സിന് മാത്രമൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നത് ഒന്നിനും നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലത് നമുക്ക് കാണുമ്പോഴേ അങ്ങനെ കുറച്ച് നല്ല കളേഴ്സിനൊക്കെ തോന്നിക്കും നമ്മൾ എടുത്ത് പറഞ്ഞു തരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിലും ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടേ എല്ലാം പെട്ടെന്ന് അങ്ങനെ വാഷ് ചെയ്ത് കുറച്ച് ശ്രദ്ധിച്ച്, കുറച്ച് റേറ്റ് ഉള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സൂക്ഷിച്ച് മാത്രം വാഷ് ചെയ്യുക. അപ്പോൾ അടുത്ത കളർ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു ടൊമാറ്റോ റെഡിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് ബോർഡറിൽ ഇതുപോലൊരു എന്താ പറയുക വൈൻ കളറോടെ ചേർന്നിട്ടാണ് പ്രിന്റ് പോയേക്കുന്നത്. ബാക്കിയെല്ലാം ക്രോഷ്യ ലേസ് ചെയ്തിട്ടുണ്ട്. ക്രോഷ്യ എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റാൻഡാണ്, എല്ലാ കാലത്തും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിൻ്റെ ട്രെൻഡ് പോകത്തേ ഇല്ലാത്തൊരു ഐറ്റമാണ് ഈ ഒരു ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നതും സെയിം കളർ തന്നെ. പിന്നെ നമ്പർ U449, റേറ്റ് 2000. അടുത്തത് നല്ല രസമുള്ളൊരു യെല്ലോ ഷെയ്ഡാട്ടോ. ഇതിൻ്റെ കളേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞില്ല, അത്രയും ഭംഗിയായിട്ടാണ് ഇതിൻ്റെ കളേഴ്സ് ചെയ്തേക്കുന്നത്.
അപ്പോൾ ഇതിന് കോമ്പിനേഷൻ യെല്ലോയുടെ കൂടെ ചെറുതായിട്ട് ഗ്രീനിൻ്റെ ഷെയ്ഡ് ഇതിൻ്റെ ഒരു ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ കാണാനായിട്ട്. പ്രത്യേകിച്ച് എനിക്ക് പിന്നെ യെല്ലോയോടുള്ള ഒരു താല്പര്യം കൂടുതലുകൊണ്ടാണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ആ വർക്ക് അത്രയും നല്ല ഹെവി ആയിട്ട് ചെയ്തേക്കുന്നുണ്ട്. മെറ്റീരിയലിന് ആ ഒരു വെയിറ്റും ഉണ്ട് കേട്ടോ. ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് അത്രയും തിക്കായിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. പിന്നെ ആ വർക്കിൻ്റെ ആ ഒരു ഡിസൈൻ ഈ സോഫ്റ്റ് ഫാബ്രിക് ആയതുകൊണ്ട് ആ ഒരു ഡിസൈൻ ബാക്ക് സൈഡിൽ നമുക്ക് കാണാം. അത് നമ്മൾ തയ്ച്ച് ചെയ്യുന്നതിന് അതങ്ങ് മാറും കേട്ടോ. ഇതിൻ്റെ നമ്പർ U445, റേറ്റ് 2700. നമുക്ക് അടുത്ത ഷെയ്ഡ് വരുന്നത് ശരിക്കും ഇതൊരു മെറൂണിൻ്റെ വൈൻ്റെയും കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു കളറാട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ഭയങ്കര ഡാർക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം രണ്ട് കളറുടെ മിക്സ് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്നാലും കാണാൻ നല്ല രസമുള്ളൊരു ടൈപ്പ് വൈൻ്റെ തന്നെ ഒരു കളർ വേരിയൻറ്റ്, മെറൂൺ മിക്സ് ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡ് എന്ന് പറയാം. ദുപ്പട്ടയിൽ സെയിം തന്നെ മുമ്പേ കാണിച്ച പോലെ ക്രോഷ്യോ വർക്ക്, ബോർഡറിലായിട്ട് മെറൂൺ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഷിബോരി പ്രിന്റിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് U447, റേറ്റ് സെയിം തന്നെ. അടുത്താണ് ഇതിൻ്റെ ലാസ്റ്റ് കളർ ഇതാ കേട്ടോ. അത്യാവശ്യം നല്ല തെളിച്ചും കിട്ടുന്ന ഒരു ഷെയ്ഡാണ്. ഇതൊരു പീച്ചും പിങ്കും കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ. നോർമലി നമ്മൾ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു തെളിച്ചമുള്ള പിങ്കിഷ് പീച്ച് നമ്മൾ നോർമലി പറയത്തില്ല, അതിൻ്റെ തന്നെ കുറച്ചുകൂടെ തെളിച്ചമുള്ള ഷെയ്ഡാണ് കേട്ടോ. എന്നാൽ ഭയങ്കര തെളിച്ചമല്ല, നല്ല ഭംഗിയുള്ള ഷെയ്ഡ് തന്നെ. ബോർഡറിൽ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഷിബോരി പ്രിന്റിൻ്റെ ആ ഒരു കളർ അത്ര കാണത്തില്ല, ചെറുതായിട്ട് നമുക്ക് അതിനകത്ത് കാണത്തുള്ളൂ. പിങ്കിൻ്റെ ഷെയ്ഡ് ചെറുതായിട്ട് പോകുന്നുണ്ട്, അതങ്ങനെ ഒത്തിരി എടുത്ത് നിൽക്കത്തില്ല. പക്ഷേ ആ ഒരു കളർ മൊത്തത്തിൽ വരുമ്പോഴത്തേനും കാണാൻ നല്ല ഭംഗിയാണ്. ബോട്ടം വരുന്നതും സെയിം കളർ തന്നെ. പിന്നെ നമ്പർ വരുന്നത് U446, റേറ്റ് 2100 ആണ്. 2100.